അങ്ങനെ അവസാനം ഇന്ന് വീട്ടിലെ ടൈൽ ഇറക്കി. ഇപ്പൊ 2 ദിവസമായി പണിക്കാറുണ്ട്. പണി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ ആരെല്ലോ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് 5000 തിരിച്ചു തന്നോ എന്ന്. അതൊക്കെ ഒരു സംഭവമാണ്. മക്കളെ പൈസ തരാൻ എന്തോ ഒരു മടിയാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ബാങ്ക് കൊടുക്കുന്നുണ്ട്. എന്തായി? ഞാൻ വന്നിട്ടുണ്ട്. എന്തായി? നോക്കട്ടെ പുറത്ത്. എളി അച്ഛമ്മ, പിന്നെ ബദ്രുക്ക പറഞ്ഞേ പുറത്ത് ഇങ്ങനെ കാലിറക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ഒരു ടൈലെടുക്കണമെന്ന് പറഞ്ഞു. ആ കാലിറക്കുന്ന എടുക്കുമ്പോ അതെ മറ്റേ ഇത് പിന്നെ മുരമുരുള്ള അതെടുക്കാം. നമ്മളെ താഴത്തെ കുളിമുറിയിൽ വെച്ചിട്ടേ അതെയാ അത് വെക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. സമയം ഉണ്ടെങ്കിൽ ഇന്ന് പോവാം. ടിക്ക് 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 ഫുൾ വൃത്തിയേടായിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ല. പണി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും. പിന്നെ ഈ സൈഡിൽ വാട്ടർ വെക്കൂലേ? ഒക്കെ പണിയുണ്ട് ഗൈസ്, പണിയുണ്ട്. ഇന്ന് ഭയങ്കര വെയിലിറപ്പേ. അവിടെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ചെരുപ്പ് ചില കാക്ക് പൂയാവൂലേ? പണിയുണ്ട് ഗൈസ്, കുറേ പണിയുണ്ട് കേട്ടോ, കുറേ പണിയുണ്ട്. ഇവിടെ ഫിനിഷിങ് ആക്കണം. ആ റൂമിലെ പണി തീർക്കണം. ഈ റൂമിലാണ് ഗൈസ്. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ടൊക്കെ നമ്മളെ റൂം മാറ്റണം. ഇവിടെ കയറിക്കൂടെ? ഇവിടെ ചവിട്ടിക്കൂടനെ? ചവിട്ടല്ലേ? വെള്ളം മനസ്സിട്ടില്ലല്ലോ. ഓ ഇത് ഇൻഷാ അല്ലാഹ് എൻ്റെ റൂം ഇവിടെ ആക്കണം. അല്ലാഹു അക്ബർ. ഇവിടുന്ന് നേരെ നമ്മൾ ഉമ്മാൻ്റെ വീട് കാണാം. എനിക്കൊരാഗ്രഹമുണ്ട്. കുറേ കൊല്ലമായില്ലേ താഴത്തെ റൂമിൽ നമ്മൾ കിടക്കുന്നത്. ഇനി ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റണം. ഇൻഷാ അല്ലാഹ്. ഡോറെല്ലാം കൂട്ടാനുണ്ട്. ഇപ്പം പിന്നെ ഫുൾ വൈറ്റ് സെറ്റാണ് വരുന്നതല്ലേ. അപ്പോൾ അത് ഉപയോഗിക്കുന്നവരോട് അത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ആക്കണേ. നല്ല തന്നെയാണ്. റൂം അത്ര വലുതുമല്ല അത്ര ചെറുതല്ല. കണക്കായതപ്പ ഇത്രയെല്ലാം വേണ്ടു. 5000 കഥ പറ്റില്ലല്ലോ. ഇനി ഇത് പറയട്ടെ. വൃത്തികേടാവുന്നത് കൊണ്ട് ഞാൻ മൊത്തത്തിൽ തുണിയൊക്കെ പിരിച്ചിട്ടുണ്ട്. ഞാനും പണിക്കാരും കൂടി ഇങ്ങനെ പിരിച്ച് വെച്ചിട്ടുണ്ട്. പൂയാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പൂയി കടത്തുന്നുണ്ടല്ലോ. പണിക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനിത് മൊത്തം അടിച്ചു വരും. എന്നിട്ട് നിലം മൊത്തം തുടക്കും. പിന്നെ അവിടെ തന്നെ വെക്കാൻ പറ്റൂലല്ല. എന്തായാലും ഒരാഴ്ച പണി പിടിക്കുമെന്നാണ് പണിക്കാർ പറഞ്ഞത്. 5000 കഥ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൈസ തരാൻ ഭയങ്കര മടിയാണ്. മടിയുള്ള ആൾക്കാരോട് നമ്മൾ എങ്ങനെയാണ് പൈസക്ക് ചോദിക്കുക? 5000 നിന്ന് കുറച്ച് പൈസ അവർ ഈ ടൈലെടുക്കുമ്പോൾ അതിൽ കഴിച്ച് അതന്നെ കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടൈല് നമുക്ക് അവരുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ ടൈല് ഇറക്കിയത്. പിന്നെ നല്ല വൃത്തിയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ടൈലിൻ്റെ മതി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെ എടുക്കും. ഇത് പിന്നെ നമ്മളെ വളപട്ടണത്തു നിന്നാണ് ഇറക്കിയത് ടൈല്.
ഇവിടുന്ന് എടുക്കുന്നതിനെക്കാട്ടിയും 2 റുപ്യോളം അധികം എനിക്ക് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാൻ കുറച്ച് വൃത്തിയുണ്ട്, അത് തന്നെയാണ് സംഭവം. താഴെ ഞാൻ മാർബിൾ ഇട്ടാണ്, അതിന് കണക്കായിട്ട് തന്നെയാണ് ഈ ഒരു ടൈല് കിട്ടിയത്. ഇതിന് മേച്ചായിട്ട് തന്നെയാണ് ടൈല് വന്നത്. അതായത് റൂമിന് ഇടാൻ പോകുന്ന ടൈലാണ് കേട്ടോ. ആ റൂമിൽ ഫുൾ ഇട്ട് കഴിഞ്ഞാകുമ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇപ്പം പിന്നെ പണിക്കാറുണ്ടല്ലോ, അപ്പം പിന്നെ ബുദ്ധിമുട്ടല്ലേ വീഡിയോ എടുക്കുമ്പോൾ. നമ്മളെ പോലെ തന്നെ എല്ലാവരും ആവണമെന്നില്ലല്ലോ, അവർക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു ചമ്മലുണ്ടാവും. രണ്ട് പണിക്കാരാണ് നമ്മുടെ അയൽവക്കത്തുള്ളത് തന്നെയാണ്, പിന്നെ ഒരാൾ എൻ്റെ കുടുംബത്തിലുള്ളതാണ്. ഞാൻ ടൈലിൻ്റെ പണിയെല്ലാം അവരെ തന്നെയാണ് കൊടുക്കാറ്. അങ്ങനെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പൈസേൻ്റെ കാര്യമില്ലേ, വായ്പയും കടക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യങ്ങൾ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. നമ്മളൊരാൾക്ക് ഒരു വായ്പ കൊടുത്താലില്ലേ, നമുക്ക് അവർ തിരിച്ചു തരുന്നത് വരെ നമുക്കതിൻ്റെ പ്രതിഫലം ഉണ്ട്. പിന്നെ ഇന്നത്തെ കാലം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരാൾക്ക് 1 ലക്ഷം രൂപ, ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യം പറയാൻ തന്നെയാണ്, ഞാൻ ആർക്കും 1 ലക്ഷം രൂപയൊന്നും വായ്പ ഒന്നും കൊടുത്തിട്ടില്ലേ, അല്ല ഒരു കാര്യം പറയുന്നതാണ്. അപ്പോൾ 1 ലക്ഷം രൂപ ഒരാൾക്ക് വായ്പ കൊടുത്താലില്ലേ, പിന്നെ വാങ്ങിച്ചവരെ കടമയാണ് പിന്നെ തിരിച്ചു കൊടുക്കൽ. ഇനി തിരിച്ചു കൊടുക്കാൻ ആ സമയത്ത് പറ്റിയിട്ടില്ലെങ്കിലും പിന്നെ അതിൽ കുറച്ചൊരു മര്യാദ ഉണ്ട്. ഇന്ന ഡേറ്റിന് തരുവേ, ഇനി ആ ഡേറ്റിന് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വേറൊരു ഡേറ്റ് പറയും. ആ ഡേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളാണൊരു ഡേറ്റ് അങ്ങോട്ട് പറയേണ്ടത്, ആരെയും വാങ്ങിച്ചവർ. അപ്പോൾ വാങ്ങിച്ചവർക്ക് ഒരു കൂസലുണ്ടാവില്ല, കൊടുത്തവർ അവരിങ്ങനെ പുറത്തെ നടന്നുകൊണ്ടേയിരിക്കണല്ലേ. അല്ലാഹു അക്ബർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഓരോരുത്തരിങ്ങനെ മനസ്സിൽ ചിന്തിക്കണം, മറ്റുള്ളവരുടെ പൈസ നമ്മളെ കയ്യിൽ വെക്കാൻ പാടില്ല. പിന്നെ എല്ലാവരുടെയും അവസ്ഥ ഒരേപോലെ ആവില്ല. പിന്നെ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, നമുക്കിങ്ങനെ തരാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന്. അങ്ങനെയെല്ലാം ആകുമ്പോൾ പൊരുത്തപ്പെട്ട് കൊടുക്കും അല്ലേ, അങ്ങനെയല്ലേ പൊതുവേ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ 2 ദിവസമായിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണ്. അതാണ് ഈ ഒരു കുന്ത്രാണ്ടും കൊണ്ട് ഞാൻ മേലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു, അതിനെ ഇറക്കേണ്ട താഴേക്ക്. ഇത് തന്നെയാണ് നമ്മളെ കൂട്ടിനുള്ളത് ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോ എടുത്ത് കളിക്കൽ മാത്രമല്ല പണിക്കാർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ അവർക്ക് ഞാനിന്ന് പുട്ടൻ ചെറുപയറാണ് ഉണ്ടാക്കിയത്. പുട്ട് ഇവിടെ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ അവിടെ വെച്ചിട്ടുണ്ട്. കുക്കറിൽ കറിയുണ്ട്, അത് കാച്ചിയെടുക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് അടിച്ച് വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പണിക്കാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലോട്ടേക്ക് ഇറങ്ങും സിമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പൂവി പിന്നെ ഫുള്ളായിട്ട് എൻ്റെ മാപ്പിള കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഒരു പണിയില്ല. പിന്നെന്താ, ഇനി പണിക്കാരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ തുടക്കും. അങ്ങനെയാണേ, താലും മേലെല്ലാം എന്തായാലും തുടക്കേണ്ടി വരും. മുള്ള കൊണ്ടേക്കണ്ടേ, ഇവിടെ കൊണ്ടേക്കണാ? മുള്ള കൊണ്ടേക്കണ്ടേ? ഞാൻ ഇവിടെ കൊണ്ടുത്തരാം. നല്ല എന്ത് നിങ്ങൾ മാറിയെന്നാ? രാവിലത്തെ ചായ വേണ്ടു, ഉച്ചക്ക് അവരില്ല കേട്ടോ. രാവിലെ ഒരു 7:15 അവർ വന്നാൽ 2 മണി വരെയാന്ന് തോന്നുന്നു. 2 മണിക്കാന്ന് അവർ പോവുക. നാളെ ഉണ്ടാവുമെന്നറിയില്ല, നാളെ ഫ്രൈഡേ അല്ലേ, ജുമാൻ്റെ സമയത്തേക്ക് അവർക്ക് പോകണ്ടേ. അപ്പോൾ നാളെ വരുമോ അറിയില്ല. ഇന്ന് പണിയും കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവരോട് ചോദിക്കണം നാളെ ഉണ്ടോ എന്ന്, നാളെ വരുമോ എന്ന്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പിന്നെ രാവിലത്തെ കത്തൽ കുറച്ച് കൂടുതലെല്ലാം ഉണ്ടാക്കിയാൽ ചിലപ്പം അത് കളയേണ്ടി വരില്ലേ, അപ്പം അതിന്ന് ചോദിക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ എന്തേ പുട്ടും ചെറുപയറും വന്ന്. പിന്നെ രാവിലെ പിന്നെ അവർക്ക് കട്ടൻ ചായ വേണ്ടതെന്ന് പറഞ്ഞ്, പാൽ ചായ വേണ്ട കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞു. അത് ഒരു ദിവസം ഞാൻ പാൽ ചായ കൊടുത്തിട്ട് അവർ പറഞ്ഞ് പാൽ ചായ രാവിലെ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെന്ന് വെച്ചാൽ ഇവർ പണി തുടങ്ങിയാൽ അത് പൂർത്തിയാക്കിയിട്ടേ പോകും. മാഷാ അല്ലാ, അതൊരു നല്ലൊരു കാര്യമാണ്. അതാകുമ്പോൾ ഞാൻ ഇവരെ തന്നെ വിളിക്കും പണിക്ക്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ തൊട്ട് വെച്ചിട്ട് പിന്നെ 2 ദിവസത്തേക്ക് വരില്ല, പിന്നെ അടുത്ത ദിവസം വരും.
അല്ല, ഞാൻ എൻ്റെ വീട്ടിൻ്റെ പണി എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ട്.